എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ജ്യോതിഷപരമായ കാര്യങ്ങളും മാന്ത്രികപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ജ്യോതിശാസ്ത്രത്തിൽ മാനി എന്ന് പറയുന്ന ഗ്രഹത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മാനി എന്ന് പറഞ്ഞാൽ ഗുളികൻ. ജ്യോതിശാസ്ത്രത്തിൽ 9 ഗ്രഹങ്ങൾ കൂടാതെ ഗുളികൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ജ്യോതിശാസ്ത്രത്തിൽ നമ്മൾ മാ എന്ന് എഴുതിയിട്ടുണ്ടാകും ഗുളികനെ പ്രകീർത്തിച്ചുകൊണ്ട്. അപ്പം ശനിക്ക് മാ എന്നും മന്ദൻ എന്നും ഗുളികന് മാനി എന്നുള്ളതിന് മാ എഴുതിയിട്ടൊരു ദീർഘം കൂടെ ഉണ്ടാകും, മാനി എന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ട്. അപ്പം നമ്മൾ 12 രാശിചക്രങ്ങളിൽ നമ്മുടെ ലഗ്നമെന്ന് പറയുന്നത് 1-ാം ഭാവം. അപ്പം നമ്മുടെ രാശിയിൽ ലാ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പം ലാ എന്ന് എഴുതിയിട്ടുള്ള സ്ഥാനമാണ് നമ്മുടെ 1-ാമത്തെ സ്ഥാനം. അപ്പോൾ 1-ാമത്തെ സ്ഥാനത്തിൽ തന്നെയാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ 1-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നു. തൊട്ടടുത്ത സ്ഥാനമാണ് 2-ാം ഭാവം. ആ ഭാവത്തിലാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ 2-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനമാണ് 3-ാമത്തെ ഭാവം. അവിടെ ഗുളികൻ നിന്നാൽ 3-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നു. അങ്ങനെ 12 രാശിചക്രങ്ങളിലും ഏതേത് സ്ഥാനങ്ങളിലാണ് ഗുളികൻ നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ രീതിയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലഗ്നം സ്ഫുടം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഗുളിക സ്ഫുടവും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ലഗ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്. അപ്പോൾ ആത്മാവുമായിട്ട് ബന്ധമുണ്ട് ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്. ഗുളികസ്ഫുടം കാണുന്നത് പോലെ തന്നെയാണ് ലഗ്നസ്ഫുടം കാണുന്നത്. ലഗ്നസ്ഫുടം കാണണം എങ്കിൽ ഗുളികസ്ഫുടവുമായി കണക്റ്റഡ് ആവാതെ ലഗ്നസ്ഫുടം കാണുവാനായിട്ടും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ട് ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്. മാത്രമല്ല, നമ്മുടെ പൂർവ്വജന്മവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു ഗ്രഹമാണ് ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹം. അപ്പോൾ ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹം ആരാണ്? ശനി ഭഗവാന്റെ പുത്രനാണ് ഗുളികൻ. അപ്പം ശനി എന്ന് പറയുന്ന ഗ്രഹം ആരാണ്? നീതിമാൻ, കർമ്മകാരകൻ, ധർമ്മത്തിൻ്റെ കാരകനാണ് ശനി ഭഗവാൻ. ജാതകത്തിലെ യമധർമ്മരാജൻ്റെ റോളാണ് ശനി ഭഗവാന് പറയുന്നത്. അതേ പവർ തന്നെയാണ് ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തിനുമുള്ളത്.